ഹായ് 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 ഗൈസ് ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എടാ എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ യെസ് അല്ലെങ്കിൽ അടിപൊളിയാണെങ്കിൽ ഒരു ഫയറിംഗ് കൂടി ഇടാം. ആൻഡ് നമ്മുടെ ഈ ഒരു ലൈവിന്റെ ലിങ്ക് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഈ ലൈവ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് നിൽക്കുന്ന സീരീസ് വേറെ ആരും കവർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്ര ഡീപ്പായിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്ത് തരണം. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഒരു 1 hour, 1 അല്ലെങ്കിൽ 1.5 hour അത്ര മതി. ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലൈവ് അടിപൊളിയായിട്ട് ഞാൻ പറയുകയാണ്, ഈ ലൈവ് കാണാതെ പോകുന്നവർക്ക് നഷ്ടം. അത്രക്കും അടിപൊളിയായിട്ടാണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന കാര്യം ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും പറയില്ല. ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യമുള്ള അടിപൊളിയായിട്ട് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഡീറ്റെയിൽ ആയി പറയും. സോ ആ ഒരു ലൈവിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണോടാ? നിങ്ങൾ റെഡിയാണോ? എന്താണ് അവസ്ഥ? കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കട്ടെ. നമ്മൾ എല്ലാവരും റെഡിയാണോ? സെറ്റാണോ? ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതൊക്കെ വെട്ടാനായിരിക്കും. ഓക്കെ, എടാ എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റ് വേണം. എല്ലാവരും ലൈവ് ചാറ്റ് വാ. എത്ര ആൾക്കാർ കാണുന്നുണ്ട് ഒക്കെ നിങ്ങൾക്കല്ല അറിയാം. എത്ര ആൾക്കാർ കാണുന്നുണ്ട്? പെട്ടെന്ന് നമുക്ക് ഉഷാറാകും. നമുക്ക് ഈ ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. സ്കൂളിൽ ചാപ്റ്റർ എടുത്തോ? എന്താണ് അവസ്ഥ? പറ എല്ലാ കാര്യങ്ങളും പറ. യെസ്, ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് ഞാൻ ഉഷാറാക്കി തരും ഈ ചാപ്റ്റർ. ഓക്കെ, റെഡിയാണോ? ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂൾ എടുത്ത് തുടങ്ങിയോ? ഈ ചാപ്റ്റർ സ്കൂൾ എടുത്ത് തുടങ്ങിയോ? ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ ഡീപ്പായി പെർഫെക്റ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ക്യാച്ചപ്പ് ചെയ്ത് തരും. അതിലൊന്നും യാതൊരുവിധ പിശുക്കൊന്നുമില്ല, യാതൊരുവിധ ഒരു കാര്യം ഞാൻ നോക്കില്ല. എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഒരു പ്രവണത, ജനസംഖ്യ കൂടുക കുറയുക, മരണനിരക്ക് കൂടുക കുറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോവുക, ഇന്റേണലി ഇന്റർനാഷണൽ, അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നിങ്ങൾ റെഡിയാണോ? എല്ലാവരും കമന്റ് ബോക്സിൽ 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്തിരിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചാനൽ ഒന്ന് ഉഷാറാക്കാൻ. നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ ഒരു 3000 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്തണം. ഓക്കെ, നിങ്ങൾ സെറ്റ് ആക്കൂലേ? ചാപ്റ്റർ 5 എന്താണ് ചാപ്റ്റർ 5? ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. സെറ്റ് അല്ലേ? റെഡിയാണോ? വേണം പറയടാ, എന്തുവാ ഇത്? യെസ്, ഉഷാറാക്കാം. റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ ജനസംഖ്യ പ്രവണത. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? എന്നാല് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എടാ, പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ക്ലാസ് 9 പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലാസ് 9 ഉണ്ട്. ഓക്കെ, ചാനൽ നിങ്ങൾ എന്ത് ചെയ്യാടാ? സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ക്ലാസ് 9 ചാനൽ അല്ല, ഡെയിലി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ചാനൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താൻ. അത് അത്രയും ഇമ്പോർട്ടന്റ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റുകളും ഞാൻ ഇതിൽ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ തന്നെ അധികം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എടാ, നമുക്ക് ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഒരു 16 ടോപ്പിക്കുകളോളം, 16 പോട്ടെ, ഒരു 15 ടോപ്പിക്കുകളോളേ ഉള്ളൂ. ഒരു ടോപ്പിക് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ 15 ടോപ്പിക്കുകൾ. ആ 15 ടോപ്പിക്കുകളും ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് അടിപൊളിയായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, റെഡി അല്ലേ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ എല്ലാവരും തംസപ്പ് തരിക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാലോ? എന്നാലും റെഡി അല്ലേ? ഓക്കെ, ഈ ടൈമിന് +1 എനിക്ക് തോന്നുന്നു ലൈവ് പോകുന്നുണ്ട് എന്നാണ്. ലൈവ് പോകുന്നില്ല, +1 ലൈവ് പോകുന്നില്ലടാ. യെസ്, അതേപോലെ. ഓക്കെ, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചാറ്റ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഹായ് സാർ, ഹായ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം ഞാനിപ്പോ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, വാട്ട് ഈസ് പോപ്പുലേഷൻ? എടാ, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ജനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എടാ, ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഞാനിപ്പോ നിങ്ങൾ കോഴിക്കോട് ടൗൺ എടുക്കുന്നത് എന്താ ചെയ്യുന്നത്? കോഴിക്കോട് ടൗൺ എടുക്കുകയാണ്. ഒരു ടൈമിൽ കോഴിക്കോട് ടൗണിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്? ഈ ഒരു കണക്കിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുക. ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ എ സ്പെസിഫിക് ഏരിയ അറ്റ് ഗിവൺ ടൈം. തന്നിട്ടുള്ള ഒരു സമയത്തിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ എത്ര ടോട്ടൽ മനുഷ്യർ അവിടെ ജീവിക്കുന്നുണ്ട് ആർ കോൾഡ് പോപ്പുലേഷൻ. ഇതാണ് പോപ്പുലേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2011 നമുക്കൊന്ന്
ടൈം ട്രാവൽ ചെയ്യാം. ടൈം ട്രാവൽ ചെയ്യാം. 2011 നമ്മളൊന്ന് പോകുമ്പോൾ അവിടെ ആ ഒരു സ്പെസിഫിക് ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 121 കോടികളോളം എന്തുണ്ടായിരുന്നു ജനങ്ങൾ ഇന്ത്യയിൽ 2011 താമസിച്ചിരുന്നു അല്ലേ? യെസ്, ഇതാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയോ? ഒരു സ്പെസിഫിക് ഏരിയ നമ്മൾ എടുക്കുകയാണ്, ഒരു ടൈമിൽ ഒരു സ്പെസിഫിക് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ആ ഒരു ടൈമിൽ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്, ഈ ഒരു കണക്കിനെയാണ് എന്തെന്ന് പറയാ, പോപ്പുലേഷൻ എന്ന് പറയാം. എടാ ക്ലിയർ ആണെങ്കിൽ ഗ്രീൻ ടിക്ക് ഇടുക, ക്ലിയർ ആണെങ്കിൽ ഗ്രീൻ ടിക്ക് ഇടുക. ഇതാണ് എന്ത് പോപ്പുലേഷൻ എന്ന് പറയാം. എടാ ക്ലിയർ ആണെങ്കിൽ ഗ്രീൻ ടിക്ക് ഇടുക, ക്ലിയർ ആണെങ്കിൽ പോപ്പുലേഷന്റെ കാര്യം ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ ഗ്രീൻ ടിക്ക് ഇടുക. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ ഗ്രീൻ ടിക്ക് ഇടാം. നോക്കട്ടെ. യെസ്. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് ഇവിടെ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അടിപൊളി, സെറ്റ്. ഓക്കെ ഒറ്റ എല്ലാവരും അടിപൊളിയായിട്ട് ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാനിത് മൈക്കൊന്ന് സെറ്റ് ചെയ്യട്ടെ. ശരിക്കും ഇങ്ങനെ വെക്കേണ്ടിയിരുന്നു, ഒരു പിന്നൊക്കെ വെച്ചിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നമുക്കൊരു ഷർട്ടൊക്കെ അടിക്കണ്ടേ. ഓക്കെ, സെറ്റ്. ഡൺ. സെറ്റല്ലേ? ഷാറല്ലേ? ശരിയാണ്, സെറ്റാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡീൽ ചെയ്തു. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ, ഒരു ടൈമിൽ എത്ര പേര് താമസിക്കുന്നത്. രണ്ടാമത് ടോപ്പിക് എന്താണ് ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പുലേഷനെ കുറിച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കുക. ഡെമോഗ്രഫി അതായത് ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. സൈസ്, സ്ട്രക്ചർ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ചേഞ്ചുകൾ. ഒരു സ്പെസിഫിക് ഏരിയ നമ്മൾ ഒരു ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ പോയി അവിടുത്തെ സൈസ് എത്രയാണ്, അവിടുത്തെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടെ എന്തെല്ലാമാണ് വിതരണം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഒരു പഠിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഡെമോഗ്രഫി. രണ്ടാമത്തെ ടോപ്പിക് ഈസ് ഓവർ. അപ്പൊ ചോദിക്കും സാർ, ഈ ഡെമോഗ്രഫി എന്ന് പറഞ്ഞ വാക്ക് ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷയിൽ നിന്നാണ് ഡെമോഗ്രഫി എന്ന് പറഞ്ഞ വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ഉദാഹരണം, അതായത് ഗ്രീക്കിൽ ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് എന്നാണ് അർത്ഥം. എങ്ങനെ? ഗ്രീക്ക് വാക്കിൽ ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് എന്നാണ്. ഗ്രാഫി എന്ന് പറഞ്ഞാൽ ടു ഡിസ്ക്രൈബ്, വിവരിക്കുക എന്നാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്. ഒന്നാമത്തെ ടോപ്പിക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ടോപ്പിക് വാട്ട് ഈസ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഡെമോഗ്രഫി ഒരു ജനസംഖ്യാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ വലുപ്പം, അതിന്റെ വിഘടനം, അതിന്റെ ഘടന, വിതരണം, മാറ്റങ്ങളൊക്കെ കുറിച്ച് പഠിക്കുക. അതിനാണ് ഡെമോഗ്രഫി. സെറ്റല്ലേ? സെറ്റല്ലേ? യെസ്, അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പാർട്ടിലേക്ക് തന്നെ നമുക്ക് കിടക്കേണ്ടത്. നോക്ക്, ലെറ്റ്സ് ഗോ. വൈ സ്റ്റഡി ഡെമോഗ്രഫി? എന്തിനാണ് നമ്മൾ ഡെമോഗ്രഫിയെ കുറിച്ച് പഠിക്കുന്നത്? എടാ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് പ്ലാനിങ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് വൈ സ്റ്റഡി ഡെമോഗ്രഫി. ഡെമോഗ്രഫി പഠിക്കുന്നത് നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ? ഹെൽത്ത് കെയറിനെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, ജോബ്സിനെ കുറിച്ച്, ഹൗസിങ്ങിനെ കുറിച്ച്. ഇത്രയും ആൾക്കാരെ നമുക്ക് പ്ലാനിങ് ചെയ്യാൻ ഈ ഒരു ഡെമോഗ്രഫി കൊണ്ട് നമുക്ക് പറ്റും. അതിനാണ് നമ്മൾ ഡെമോഗ്രഫി പഠിക്കുന്നത്. സോ ഹെൽപ്പിംഗ്, പ്ലാനിങ്, ഹെൽത്ത് കെയർ, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, വീട് എന്നിവ പുതിയ പദ്ധതികൾ ഉണ്ടാവുമല്ലോ. അത് നമുക്ക് പ്ലാനിങ്, പുതിയ പദ്ധതികൾ നമുക്ക് നിർമ്മിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം പഠിക്കുന്നത്, എന്ത് കാര്യം? ഡെമോഗ്രഫി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കുന്നതോടെ എന്തൊരു പറ്റും? നമുക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് കൺട്രി, നമ്മുടെ ഒരു രാജ്യത്തിന്റെ സോഷ്യൽ ഡെവലപ്മെന്റിന് കൂടി എന്താവും? ആധാരമാകും, അല്ലെങ്കിൽ ഉപകാരപ്പെടും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 3 ടോപ്പിക് അടിപൊളിയായിട്ട് നമ്മൾ ഡീൽ ചെയ്തു. എങ്ങനെയുണ്ടാണ് അവസ്ഥ? 3 ടോപ്പിക് നമ്മൾ പഠിച്ചു. എങ്ങനെയുണ്ടാണ് അവസ്ഥ? എന്താണ് കാര്യങ്ങൾ? കേൾക്കട്ടെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ? കാര്യങ്ങളൊക്കെ പറ എല്ലാവരും പറ. എടാ, ഇത് സിമ്പിൾ ചാപ്റ്റർ ആണ്. ഏറ്റവും അടിപൊളിയുള്ള ഈ ഒരു സോഷ്യൽ സയൻസിന്റെ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ടാ? സൂപ്പർ ആണോ? അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സെറ്റ് ആണോ? അടിപൊളിയാണോ? ഉഷാറാണോ? യെസ്, കുറെ പേര് യെസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. ഹൈ സാർ, ഹായ്. നെക്സ്റ്റ് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. നോക്കിക്കോളി, സെൻസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെൻസസുകളെ കുറിച്ച് പഠിക്കാം. സെൻസസ് ഇൻ ഇന്ത്യ. എടാ നോക്കിക്കോളി, ജസ്റ്റ് ഒന്ന് കേട്ടോ, ഒരു കഥ പോലെ കേട്ടിരുന്നാൽ മതി. നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് എടുക്കാൻ തുടങ്ങിയെന്ന് അറിയോ? ഫസ്റ്റ് സെൻസസ് ഇന്ത്യ വാസ് കണ്ടക്റ്റഡ് ഇൻ 1872. അതായത് 1872
72 എന്ന് പറയുന്ന വർഷത്തിൽ എന്താ ചെയ്തത്? ഫസ്റ്റ് സെൻസസ് കണ്ടക്ട് ചെയ്തു. പക്ഷെ അവിടെ അത് നോൺ ഒഫീഷ്യൽ അല്ല, ഗവൺമെന്റ് ത്രൂ എന്നൊക്കെ പറയൂലേ, ഒഫീഷ്യൽ അല്ലാണ്ടായിരുന്നു ആ പ്രവർത്തനം നടത്തുന്നത്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്കൂളിൽ എക്സാം നടത്തില്ല, സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റുകൾ ഗവൺമെന്റ് ത്രൂ ആണ് നടത്തുന്നത്. അല്ല, ഗവൺമെന്റ് ത്രൂ നടത്താതെ അത് നോൺ ഒഫീഷ്യൽ എക്സാം. അതിന്റെ ഒഫീഷ്യൽ എക്സാം എന്ന് പറഞ്ഞാൽ ഓണം പരീക്ഷ, ക്രിസ്മസ്, പബ്ലിക് എക്സാം ഒക്കെ പറയും. അതാണ്. ഇനി ഇത് NO എന്ന് പറഞ്ഞാൽ നോൺ ഒഫീഷ്യൽ ആണ്. അടുത്തത് അപ്പൊ ഒഫീഷ്യലായിട്ട് നടത്തി എന്നാണ് 1881 വർഷം ഓർക്കുന്നത്. ഒരു 1 മാർക്കിന് 1881 OF ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്തു? നടത്തി. ഡണ്ണല്ലേ. അപ്പൊ ചോദിക്കാം, ഈ എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ ഇന്ത്യയിൽ സെൻസസ് എടുക്കുക? എവറി 10 ഇയർ, 10 വർഷം കൂടുമ്പോൾ ആര് കണക്കുക? അത് രജിസ്ട്രാർ ജനറലും അതേപോലെ സെൻസസ് കമ്മീഷണറുമാണ്. രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരൊക്കെ കൂടി ചേർന്നാണ് 10 വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ഇന്ത്യയുടെ സെൻസസ് എടുക്കും. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ഞാൻ കവർ ചെയ്തു. ഫസ്റ്റത്തെ പാർട്ടിന് കഴിഞ്ഞു, രണ്ടാമത്തെ പാർട്ടിന് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് സെൻസസ് എടുത്തതാണ് നമ്മുടെ ഇന്ത്യയിൽ ലാസ്റ്റ് സെൻസസ് 2011 2011 ജനിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. 2011 എന്ത് ചെയ്തത്? ലാസ്റ്റ് സെൻസസ്, അവസാന സെൻസസ് എടുത്തത് 2011. നോട്ട് ചെയ്ത് വെക്കണേ. അതേപോലെ ശരിക്കും 2011 തന്നെ 25 അപ്പൊ 21 നടത്തേണ്ടതല്ലായിരുന്നു ആണ്. പക്ഷെ അവിടെ എന്താ അറിയോ, അവിടെ പോസ്റ്റ് പോൺ അതൊന്ന് മാറ്റി വെച്ചു. എന്ത് മുഖേന? പാൻഡമിക് എന്ന് പറഞ്ഞ ഒരു കാര്യം മുഖേന ചെയ്തു. ആ ഒരു കാരണം മുഖേന, പാൻഡമിക് എന്ന് പറഞ്ഞ കാരണം മുഖേന ആ ഒരു കാലത്ത് 2021 നടത്തേണ്ട സെൻസസ് എന്ത് ചെയ്തു? പോസ്റ്റ് പോൺ ചെയ്തു, മാറ്റി വെക്കാണ്ട്. സോ ഈ കാര്യം കത്തിയോ ഇങ്ങനെയുള്ള അവസ്ഥ. ഇതാണ് നമ്മുടെ 4ാമത്തെ ടോപ്പിക്, സെൻസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്. ക്ലിയർ ആണോ? സെൻസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക് കത്തുന്നുണ്ടോ? ഉഷാറാണോ? സെറ്റല്ലേ? സെൻസസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടോപ്പിക് ഓക്കെ, സെറ്റായി പോകുന്നു. ഓക്കെ, സെറ്റാണെങ്കിൽ ഒന്ന് ഗ്രീൻ ടിക്കറ്റ് ആട്ടോ, ഒന്ന് ഗ്രീൻ ടിക്കറ്റ്. ക്ലിയർ ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രീൻ ടിക്കറ്റ്. ഓക്കെ, നോക്കാം എന്തായി. ഏകദേശം 12 മിനിറ്റോളം ആയിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ടില്ലേ. എനിവേ എന്തുവാട്ടെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ക്ലിയർ ആയിട്ട് കാണും. സോ വെരി സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് പാർട്ടിൽ 4ാമത്തെ പാർട്ട് കഴിഞ്ഞു. 5ാമത്തെ പാർട്ടിലേക്ക് നമ്മൾ എന്താ പറയാനുള്ളത് അറിയോ? നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യയിലെ ജനസംഖ്യാ വർധന നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ജനസംഖ്യാ വർധന ശ്രദ്ധിച്ചോ? അതായത് ഞാനിപ്പം 1901 2011 എന്ന് പറഞ്ഞ 2 വർഷത്തിലേക്ക് ഞാൻ ടൈം ട്രാവൽ ചെയ്തു പോവാണ്. ഈ 2 വർഷത്തിലേക്ക് ഞാൻ ടൈം ട്രാവൽ ചെയ്തു. അപ്പൊ ഫസ്റ്റ് പോണ ഞാൻ 1901 അവിടെ പോകും. അവിടുത്തെ ഇന്ത്യയുടെ മൊത്തം സെൻസസ് ഒന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 23.8 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 1901. 8 കോടി 23.8 കോടി ആൾക്കാർ എന്തുണ്ടായിരുന്നു? 1901 ഉണ്ടായിരുന്നു. ബട്ട് ഹിയർ 2011 സെൻസസ് പ്രകാരം അവിടെ 121 കോടി. ഓക്കെ, എത്ര വലുപ്പം കൂടി, എത്ര ജനങ്ങൾ പുതുതായിട്ട് വന്നില്ലേ? 121 കോടി ജനങ്ങളോളം പുതുതായിട്ട് 121 കോടി ജനങ്ങളോളം എന്ത് ചെയ്തു? പുതുതായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. ക്ലിയർ അല്ലേ? കമന്റ് ബോക്സിൽ പോയി കളിക്കല്ലേ? ഇവിടെ നോക്കി കിട്ടി. അപ്പൊ നോക്ക്, ഹയസ്റ്റ് ഗ്രോത്ത് നമ്മൾ പറയണം. ഹയസ്റ്റ് ഗ്രോത്ത് ഇന്ത്യയിലെ ഈ ഒരു ജനസംഖ്യ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് വന്ന ഏത് വർഷത്തിലാണ് ആരംഭിക്കുകയും 1951 1981 മുഖേനയാണ്. ആ ഒരു വർഷകാലത്തിൽ 1951 മുതൽ 1981 വരെയുള്ള വർഷകാലത്തിലാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് ഗ്രോത്ത് വരാൻ കാരണം. അവിടെ എന്താ പറയുക? അവിടെ മരണനിരക്ക് കുറഞ്ഞു, ഡെത്ത് കുറഞ്ഞു, ആൻഡ് ബർത്ത് കൂടി. അതുകൊണ്ടാണ് ആ ഒരു വർഷത്തിൽ, ആ ഒരു കാലയളവിൽ ഇത്രയും തോന്ന പോപ്പുലേഷൻ ഉണ്ടാവാൻ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് 2023 വരികയാണെങ്കിൽ അവിടെ ഇന്ത്യ ബിക്കം ദ മോസ്റ്റ് പോപ്പുലൻസ് കൺട്രി. 2023 കണക്ക് പ്രകാരം ഇന്ത്യ മോസ്റ്റ് പോപ്പുലൻസ് കൺട്രി ആയി മാറി. ഒരൊറ്റ മിനിറ്റ് ഞാൻ ഈ മൈക്ക് ഒന്ന് ചാർജ് ചെയ്യട്ടെ. ഓക്കെ, ക്ലിയർ ആണോ? ഉഷാറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലടാ, മനസ്സിലാവുന്നില്ലേ? അങ്ങനെ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. യെസ്, 2 പാർട്ടുകളോളം, 5 പാർട്ടുകളോളം നമ്മൾ എന്ത് ചെയ്തു? ചാപ്റ്ററിന് വളരെ അടിപൊളിയായിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പാർട്ട് വരെ നമ്മൾ എന്ത് ചെയ്തു? വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളിലേക്ക്
പ്രൊവൈഡ് ചെയ്തിരുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ് സാർ. ഇങ്ങനെയായിരിക്കണം സാർ, ഇങ്ങനെയായിരിക്കണം സാർ. യെസ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഭാഗം 6ാമത്തെ ടോപ്പിക്കിലേക്ക് എടുക്കാം. ഞാൻ പറഞ്ഞു ഏകദേശം 15 ടോപ്പിക്കുകളോളം ഉണ്ട്. അതിൽ 6ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയി ഈ 6ാമത്തെ ടോപ്പിക് എന്ത് ചെയ്യുന്നത്? ക്ലിയർ ആയി, അടിപൊളിയായിട്ട് ക്ലിയർ ആയി എടാ. ഇവിടെ ശ്രദ്ധിച്ചു, ഷോർട്സ് ഒക്കെ പിന്നെ തോന്നാം. ഇവിടെ നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഭാഗം കഴിഞ്ഞു. പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ പറഞ്ഞു. അടുത്ത ടോപ്പിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ സേവ്സ്. ജനസംഖ്യയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഒരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെന്റെ മനസ്സ് പറയുന്നുണ്ട്. 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നെന്റെ മനസ്സ് പറയുന്നു. സോ ഓക്കെ, ഹിയർ എന്താ പറയാൻ പോകുന്നത്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. ഈ ഒരു മൂന്ന് ആൾക്കാരാണ് ഈ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസ് കൂടാനുള്ളൊരു കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്ന പോപ്പുലേഷൻ സൈസ് ഇവരൊക്കെയാണ്. ആരൊക്കെയാണ്? ബർത്ത് റേറ്റ് പറയുന്നുണ്ട്. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 പേർക്ക് എത്ര പുതിയ കുട്ടികൾ ജനിക്കുന്നു. 1000 പേരെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ 1000 പേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എത്ര കുട്ടികൾ ജനിക്കുന്നു, ഇതാണ് ബർത്ത് റേറ്റ്. ഇനി ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് 1000 പേര് ഒരു വർഷത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ 1000 പേരിൽ എത്ര പേര് മരിക്കുന്നു എന്നതാണ് ഡെത്ത് റേറ്റ്. അടുത്തത് മൈഗ്രേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിലേക്ക് ഇമിഗ്രേഷൻ ചെയ്തതും എമിഗ്രേഷൻ ചെയ്തതും. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളോട്ട് വരിക, എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണമാണ് മൈഗ്രേഷൻ എന്ന് പറയുക. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തേക്ക് പ്രവേശനം അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് പുറത്തു പോവുക. ഒരു പ്രദേശത്തുള്ള പ്രവേശനം അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അതിന് പറയുന്ന പേരാണ് മൈഗ്രേഷൻ എന്ന് പറയാം. മൈഗ്രേഷൻ നോട്ട് ചെയ്യാം, ഇമിഗ്രേഷനും എമിഗ്രേഷൻ. ഡണ്ണല്ലേ? എല്ലാവരും കമന്റ് ബോക്സിൽ നിന്ന് തീയിട്ട് കത്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെ അറിയോ? നമ്മൾ ഒരാളുടെ ജനനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെത്ത് റേറ്റ്, മരണനിരക്കും അവിടെ നോക്കണം, എമിഗ്രേഷൻ നോക്കണം നമ്മൾ. ഇതാണ് പോപ്പുലേഷൻ കൂടാനുള്ള കാരണം. ഓക്കെ, കഴിഞ്ഞു. അടിപൊളി. ആ ടോപ്പിക്കും അടിപൊളിയായി ഞാൻ നിങ്ങളിലേക്ക് ഡെലിവർ ചെയ്തു കഴിഞ്ഞു. അടുത്തത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റിന്റെ ഒരു ട്രെൻഡ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ശ്രദ്ധിച്ചോട്ടോ, അടിപൊളി പാർട്ടായിരുന്നു. എന്താ പറയുക? ജനന മരണ നിരക്കുകളുടെ പ്രവണത. ഞാനിപ്പോ വീണ്ടും ഒന്നും കൂടി ഞാൻ നിങ്ങളെ 1901ലേക്കും 2001ലേക്കും ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. 1901ലേക്കും 2001ലേക്കും ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. നോക്കുകയാണ് 1901 ഫസ്റ്റ് അവിടെ ബർത്ത് റേറ്റ് 49.2% ഉണ്ടായിരുന്നു. ആൻഡ് ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 42.2. 49.2% ജനന നിരക്കും 42.6 ഏകദേശം സാമ്യല്ലേ, അടുത്തടുത്ത്. കാരണം എന്താ അറിയോ? ഈ ഒരു 1901 ഈ ഒരു ഡെത്ത് റേറ്റ് ഇത്രയും കൂടാൻ കാരണം എന്താ അറിയോ? അവർക്ക് നല്ല രീതിയിലുള്ള ആ ഒരു രാജ്യത്തിന്റെ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ കൊടുത്തില്ല, വാക്സിനേഷൻ കൊടുത്തില്ല, വേണ്ട ഫുഡ് കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കിട്ടാത്തത് കൊണ്ടാണ് ചെയ്തത് അത്രയും അധികം ആൾക്കാരെ ചെയ്തത് അത്രയധികം ആൾക്കാർ മരണപ്പെടാൻ കാരണമുണ്ടായത്. ഇനി ഹിയർ ഇവിടെ നോക്കി 2001ലേക്ക് തിരിച്ചു പോവാം. 2001ലേക്ക് തിരിച്ചു വന്നപ്പോ അവിടെ നോക്കി ബർത്ത് റേറ്റ് 21%. ജനനം കൂടി, ജനിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, പക്ഷെ മരണനിരക്ക് നോക്കി കുറവല്ലേ? ഈ ഒരു മരണനിരക്കും കമ്പയർ ചെയ്ത് എന്തോരെ കുറവുണ്ട്. അപ്പൊ എന്ത് പറ്റി? 2001 എന്താ മരണനിരക്ക് കുറയാൻ കാരണം? അടിപൊളി ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ബെറ്റർ ആയിട്ടുള്ള വാക്സിനേഷൻ, ബെറ്റർ ആയിട്ടുള്ള സാനിറ്റേഷൻ, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് റീസൺസ് ഡിക്ലൈനിങ് ഡെത്ത് റേറ്റ് കുറയാനുള്ള കാരണമായിരുന്നു. സെറ്റ് ആണെങ്കിൽ ഒന്ന് ഗ്രീൻ ടിക്കണേ. സെറ്റ് ആണെങ്കിൽ ഗ്രീൻ ടിക്കണം. ഓരോ ടോപ്പിക് കഴിഞ്ഞാലും ക്ലിയർ ആണെങ്കിൽ ഗ്രീൻ ടിക്കണം. അതിന്റെ ഷോർട്ടസ്റ്റ് വേ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞ മെത്തേഡായി കിട്ടിയില്ലേ? ഈ ഒരു ടോപ്പിക്കും വൃത്തിയായിട്ട് കംപ്ലീറ്റ് ആയി, വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടോ? അത്രയും കാര്യം എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നത് ഒരു കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ല. നമ്മുടെ ആപ്പ് ക്ലാസ് ഒക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി കൂടിന്റെ പോലെ. ഓക്കെ, എനിവേ എന്തോ ആട്ടെ, ഏകദേശം 20 മിനിറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് നിങ്ങൾ കത്തിയോ? ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് നിങ്ങൾ കത്തിയോടെ? കത്തി എല്ലാവരും പറ, എല്ലാവരും ക്ലിയർ ആയിട്ടൊന്ന് പറ. ക്ലിയർ ആയിട്ട് പറ. സൂപ്പർ ആയിട്ട് കത്തുന്നുണ്ടോ സാർ? മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അവസ്ഥ? കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയാം കേട്ടോ. ഓക്കെ, എനിവേ ആൻഡ് നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് പാർട്ടിലേക്ക് 8ാമത്തെ പാർട്ടിലേക്ക് ഞാൻ ഡയറക്റ്റ് ആവാൻ പോവാണ്. എന്താണ് ഡെത്ത് റേറ്റും സ്ലൈഡിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഓക്കെ, ദെൻ
ഇത് നമുക്ക് ഈ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ടോപ്പിക്. ഈ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യേണ്ട ടോപ്പിക്. ഓക്കെ, ഈ ടോപ്പിക് നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. എങ്ങനെയാണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഭാഗം? എടാ എന്താ മൈഗ്രേഷൻ? രണ്ട് തരത്തിലുള്ള മൈഗ്രേഷൻ ഉണ്ട്. രണ്ട് തരത്തിലുള്ള മൈഗ്രേഷൻ ശ്രദ്ധിച്ചോട്ടോ. ദിസ് ഈസ് എ കൺസിഡർ യു ഹാവ് ഇന്ത്യ എന്ന് കരുതാം. IND നമ്മുടെ സ്വന്തം രാജ്യമായിട്ട്, നമ്മുടെ അടിപൊളി രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് കരുതാം. ഇതൊരു ചൈനയാണ് കരുതാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇന്റേണൽ മൈഗ്രേഷൻ എന്നാൽ എന്താണ്? എടാ ഇന്റേണൽ മൈഗ്രേഷൻ എന്നാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ്, കേരള, പിന്നെ ആസാം കരുതുക. അപ്പോൾ ഇന്റേണൽ മൈഗ്രേഷൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിയോ? ഇപ്പം ആസാമിലുള്ള ആൾക്കാർ ചോദിക്കണം, എടാ ഇന്ത്യയിൽ ഏറ്റവും പോലെ പണിക്കാരാണ് മലയാളികളാണോ ബംഗാളികളാണോ? ബംഗാളിലല്ലേ. കാരണം എന്താ? അത് മൈഗ്രേഷൻ എക്സാമ്പിൾ ആണ്. ഇന്റേണൽ മൈഗ്രേഷൻ എക്സാമ്പിൾ. ഇന്റേണൽ മൈഗ്രേഷൻ എന്താണെന്ന് പറഞ്ഞു തരും. ഇന്റേണൽ മൈഗ്രേഷൻ എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിൽ ആൾക്കാർ അങ്ങോട്ട് പോവില്ലേ, അങ്ങോട്ട് മൈഗ്രേഷൻ ചെയ്യില്ലേ? അതായത് ആസാമിലുള്ളവർ കേരളത്തിലുള്ളവർ വേറെ എവിടെയെങ്കിലും പോകണം, ചെന്നൈയിലേക്ക് പോകണം, ചെന്നൈയിലുള്ളവർ കേരളത്തിലേക്ക്. യെസ്, ഈ ഒരു സ്റ്റേറ്റുകൾ തമ്മിൽ എന്താ ചെയ്യുക? അങ്ങോട്ടും മൈഗ്രേഷൻ നടത്തുക. അങ്ങനെ ആൾക്കാർ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും മൈഗ്രേഷൻ നടത്തുകയാണെങ്കിൽ ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ മൈഗ്രേഷൻ. കിട്ടിയില്ലേ? എക്സാമ്പിൾ, പീപ്പിൾ ഫ്രം ബീഹാർ വർക്കിംഗ്. ബീഹാറിലുള്ള പീപ്പിൾ വർക്ക് ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നു. അതിന്റെ എക്സാമ്പിൾ ഇന്ത്യയുടെ എക്സാമ്പിൾ. അടുത്തത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ ബോർഡർ ഇല്ലേ, ഇന്ത്യന്റെ ബോർഡർ, ആ ബോർഡർ കുറിച്ച് കടന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോവുക. ബെസ്റ്റ് എക്സാമ്പിൾ ഇന്ത്യയിലുള്ള ആൾക്കാർ ചൈനയിലൊക്കെ പണിയെടുക്കാൻ പോലെ. യെസ്, അതിന്റെ എക്സാമ്പിൾ ആണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എക്സാമ്പിൾ. ആക്സസ് അക്രോസ് ബോർഡർ മുറിച്ച് കളിക്കുക. മലയാളി വർക്കിംഗ് ഇൻ ഗൾഫ്, മലയാളികൾ ഗൾഫിൽ പോയി വർക്ക് ചെയ്യുക. അതാണ് ഇതിന്റെ എക്സാമ്പിൾ, ഇന്റർനാഷണൽ മൈഗ്രേഷൻ എക്സാമ്പിൾ. എടാ ഒമ്പതാമത്തെ ടോപ്പിക് ക്ലിയർ ആയോ? ഒമ്പതാമത്തെ ടോപ്പിക് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്നും ചെയ്യാം. ഗ്രീൻ ടിക്ക് ഒരു മൂന്ന് ഗ്രീൻ ടിക്ക് എടാ ഒരു മൂന്ന് ഗ്രീൻ ടിക്ക് പെട്ടെന്ന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചാപ്റ്റർ ഉഷാറായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഗ്രീൻ ടിക്ക് നോക്കട്ടെ. ആൻഡ് ഐ വിൽ ചെക്ക് കമന്റ് ബോക്സ്. യെസ്, ഒരുപാട് പേര് മറ്റൊരു ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ്. ഹായ് സാർ, ഹായ്. ഓക്കെ, ഉഷാറാണ്, അടിപൊളി. ഒരുപാട് പുതിയ കുട്ടികളാരെയും ഉണ്ട് നമ്മുടെ ഈ ലൈവിൽ? പുതിയ സ്റ്റുഡൻസുകൾ ആരെങ്കിലും ഉണ്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പാർട്ട് എന്താ വെച്ചാൽ, നമുക്ക് മൈഗ്രേഷൻ കഴിഞ്ഞു, ഒമ്പതാമത്തെ ടോപ്പിക് കഴിഞ്ഞു. പത്താമത്തെ ടോപ്പിക് നമുക്ക് എടുക്കാം. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി? എടാ പോപ്പുലേഷൻ ഡെൻസിറ്റി നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടതെന്ന് അറിയോ? ഈ ഡെഫിനിഷനാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പഠിച്ചേക്കാം. എന്താണ് ഡെഫിനിഷൻ? നമ്പർ ഓഫ് പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ജനങ്ങൾ താമസിക്കുന്നുണ്ട്? ഒരു കിലോമീറ്റർ അതിർത്തിയിൽ എത്ര പേര് താമസിക്കുന്നുണ്ട് അവർക്ക് വിളിക്കുന്ന പേരാണ്, ഒരു കിലോമീറ്റർ പരിധിയിൽ, ഒരു കിലോമീറ്റർ സ്ക്വയറിൽ എത്ര പേര് താമസിക്കുന്നുണ്ട് അവർക്ക് പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇന്ത്യയിൽ 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര അറിയോ? 382 പേഴ്സൺ പെർ കിലോമീറ്റർ പെർ സ്ക്വയർ. ഒരു കിലോമീറ്റർ സ്ക്വയറിൽ 382 പീപ്പിൾസോളം 382 പേഴ്സണോളം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെ ഉള്ളത്? നമ്മുടെ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഒരു കിലോമീറ്ററിലെ പരിധിയിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 11,320 ആൾക്കാരോളം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും കുറവ് എവിടെയായിരുന്നു? പഠിച്ചൊക്കെ 1 മാർക്ക് ചോദിക്കും. അരുണാചൽ പ്രദേശിലാണ്. ഒരു കിലോമീറ്റർ പരിധിയിൽ ഏകദേശം 17 ആൾക്കാരോളം മാത്രമേ ഉണ്ടാവും. അപ്പം സാർ എന്താണ് ഹയസ്റ്റ് ഡെൻസിറ്റി വരികയാണെങ്കിൽ? ഓരോപ്പം പറഞ്ഞ ഡൽഹിന്റെ കേസ് നോക്കി, ഡൽഹിന്റെ കേസിൽ ഹയസ്റ്റ് വാല്യൂ വരികയാണെങ്കിൽ, ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരികയാണെങ്കിൽ അവിടെ എന്താണ് മെയിൻ പ്രോബ്ലം എന്ന് അറിയുമോ? ട്രാഫിക്, പോപ്പുലേഷൻ അല്ല, പൊല്യൂഷൻ ആൻഡ് വാട്ടർ ഷോർട്ടേജ്, അതേപോലെ ഓവർ ക്രൗഡിങ്. ഈ ഒരു 4 പ്രോബ്ലങ്ങൾ വരും ഓവറായിട്ട് ഹൈ ഡെൻസിറ്റി ഏരിയകളിൽ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ പോയിന്റാണ് ഈ പോയിന്റ്. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ?
ആൻഡ് 10 ടോപ്പിക്കുകൾ നമ്മൾ ഡീൽ ചെയ്തു. ആൻഡ് 11ാമത് സെക്സ് റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ. ഈ ഒരു അനുപാതത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എടാ എന്താണ് ഇവിടെ പറയുന്നത്? ലിംഗാനുപാതവും കുട്ടിയുടെ ലിംഗാനുപാതവും എന്ന ഭാഗത്തെ കുറിച്ച് 11ാമത് ടോപ്പിക്കിലേക്ക് വരെ ഡീൽ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ മാക്സിമം ലെവലിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കമന്റിലൂടെ അറിയിക്കുക. ഞാനിവിടെ കാണുന്നുണ്ടടാ, നിങ്ങൾ അറിയുന്ന ഓരോ മെസ്സേജുകളും ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഡീപ്പ് തംസ് അപ്പ്, ഡീപ്പായിട്ടുള്ള തംസ് അപ്പ് തരണം. എല്ലാവരും ഡീപ്പായിട്ടുള്ള തംസ്. ഓക്കെ ഓക്കെ, ഉഷാറാണ് സാർ, അടിപൊളിയാണ്. സാറിന്റെ പേരെന്താ? എന്റെ പേര് മുബഷിർ എന്നാണ്. ഓക്കെ, അടിപൊളി, ഉഷാറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹായ് ഗൈസ്, ഹായ്. ഓക്കെ, എല്ലാവർക്കും ഹായ്. അടിപൊളിയാണ് അല്ലേ? സൂപ്പർ അല്ല? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? സിമ്പിൾ ചാപ്റ്റർ അല്ല? ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തുവിടെ, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തുവിടെ ഈ ചാപ്റ്റർ. ഓക്കെ, എന്റെ ചാനൽ ഏറ്റവും തോന്നുന്നു 9ാം ക്ലാസ്സിലെ കുട്ടികളാണുള്ളത്, അതുകൊണ്ട് അവർക്ക് കൂടുതൽ. പക്ഷെ നമ്മൾ 10ാം ക്ലാസ്സിനെ ഒരിക്കലും ഇല്ലടാ. നിങ്ങൾക്കില്ലേ എക്സാം ടൈം ആകുമ്പോൾ ഓരോരുത്തർക്കും എക്സാമിന്റെ ഒരു 1 വീക്ക് ഒക്കെ മുമ്പ് ഫുൾ ചാപ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ തരും. അതിനുശേഷം എക്സാം ടൈമിലെ തലേന്ന് മണിക്കൂറിൽ 32 മാർക്ക് പ്ലസ് മാർക്ക് ലൈവ് സെഷൻ ഞാൻ കണ്ടക്ട് ചെയ്ത് വെക്കും. ഉറപ്പ് ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവർക്കും ലൈവ് ഇതേപോലെ പ്രീമിയം ലൈവ് ആയിരിക്കും എല്ലാവരും. ക്ലിയർ ആണോ? നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ അരമണിക്കൂറായിട്ടേ. ക്ലിയർ ആണോ? സൂപ്പർ, അടിപൊളിയല്ലേ? ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. 11ാമത്തെ ടോപ്പിക് ഡീൽ ചെയ്യാൻ നമുക്ക് വരാം. ഓക്കെ, എടാ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? സൂപ്പർ ആയിട്ട് നിങ്ങൾ റെഡിയാണോ? എല്ലാവരും പറ, റെഡിയാണോ? സൂപ്പറാണോ? എന്തെന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? പഠിക്കാനൊക്കെ അടിപൊളിയാണോ? പഠിക്കാൻ തുടങ്ങിയോ? എന്താണ് അവസ്ഥ? കാരണം ഒക്കെ പെട്ടെന്ന് അറിയിക്കാം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ട് തന്നെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള മെയിൻ റീസൺ എന്താണ്? ഇപ്പോഴുള്ള മെയിൻ കാര്യം പ്രീമിയം ക്ലാസ്സുകൾ കുറവാണ്. യൂട്യൂബ് ത്രൂ ഉള്ള പ്രീമിയം ക്ലാസ് കുറവാണ്. കുറെ കാര്യങ്ങൾ മുക്കുന്നുണ്ട്, ബട്ട് നമ്മൾ മുക്കില്ല. ഇപ്പോഴൊന്നും നമ്മൾ മുക്കില്ല. ഇനി മുക്കിൽ കുറവാണ്. യൂട്യൂബ് ആയിക്കോട്ടെ, ആപ്പ് ആയിക്കോട്ടെ, എന്തിനാണ് ഡീപ്പായിട്ട് ക്ലാസ് ഒരു കാരണവശാലും ഒരു പാർട്ട് പോലും ഞാൻ മുക്കില്ല. അത്രയും കാര്യമാണ്. അത് ഫ്രീ ആണെങ്കിലും പെയ്ഡ് ആണെങ്കിലും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാം, നമ്മുടെ ചാനലിൽ ഏകദേശം 2.8K സബ്സ്ക്രൈബറായി. നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ നമുക്കൊന്ന് 3K സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ 3K സബ്സ്ക്രൈബർ അടിപൊളിയായി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് 3K സബ്സ്ക്രൈബർ മാക്സിമം ഫാസ്റ്റ് സബ്സ്ക്രൈബർ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് മറ്റൊരാളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാമായിരുന്നു സാറേ എന്ന് തോന്നുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഞാൻ നിർബന്ധിച്ച് ഒരിക്കലും ഷെയർ ചെയ്യില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു, ഞാൻ ഒരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ പിന്നെ സബ്സ്ക്രൈബുകളൊന്നും ഷെയറാക്കി ചെയ്താൽ അതേപോലെ ലൈവിന്റെ ലിങ്കിന്റെ ലൈക്കൊക്കെ മാക്സിമം കുറവാണ്. ഒന്ന് ഷെയറാക്കിയാൽ നമുക്ക് എല്ലാവരിലേക്കും ഒന്ന് എത്തും. ഓക്കെ, സൂപ്പർ, അടിപൊളിയായിട്ട് കിട്ടില്ല. അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ സൂപ്പർ ആയിട്ട് തന്നെ സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? അതാണടാ നമ്മൾ. ആൻഡ് നമുക്ക് 11ാമത്തെ ടോപ്പിക് ഡീൽ ചെയ്യാൻ പോവാം. സെക്സ് റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ. ലിംഗാനുപാതവും കുട്ടികളിൽ ലിംഗാനുപാതവും. എന്താണെന്നറിയോ? മെയിൻ ആയിട്ട് മെയിൽ ഫീമെയിൽ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ? നമ്മൾ ഈ ഒരു സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ, ലിംഗാനുപാതം എന്ന് പറയുമ്പോൾ, നമ്പർ ഓഫ് ഫീമെയിൽ പെർ 1000 മെയിൽസ്. അതെ, നമ്മുടെ ഇന്ത്യയിലെ അല്ലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ഏരിയയിലെ 1000 മെയിൽസിനെ, 1000 പുരുഷന്മാരെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 1000 പുരുഷന്മാർക്ക് അനുസൃതമായിട്ട് എത്ര ഫീമെയിൽ, എത്ര സ്ത്രീകളുണ്ട്, ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു നമ്പറിനെയാണ് കിട്ടിയില്ലേ? ഇനി ഇന്ത്യയിലെ 2011 കണക്ക് നമുക്ക് നോക്കാം. 1000 മെയിൽസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരും 940 ഫീമെയിലാണ്. കൂടുതലോ കുറവോ? കുറവല്ലേ? ഇന്ത്യ മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ കുറവാണ്. ആൻഡ് കേരളത്തിൽ 2017 കാര്യം നോക്കുമ്പോൾ 1000 മെയിൽസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഫീമെയിൽ അനുസൃതമായിട്ടുള്ളത് 1084 ഫീമെയിൽ ഹൈയസ്റ്റ് ആണ് കേരളത്തിൽ.
ഓക്കെ, കിട്ടിയിട്ടില്ലേ, അടിപൊളിയല്ലേ, സൂപ്പറാണ്. ചൈൽഡ് സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ നമ്മൾ 0 മുതൽ 6 വയസ്സ് വരെയുള്ള ഇന്ത്യയിൽ 914 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ അതിലെ കേരളത്തിൽ തന്നെ നോക്കി 964 ആൾക്കാരോളം. ഓക്കെ. ആൻഡ് റീസൺ ഓഫ് ലോ സെക്സ് റേഷ്യോ എന്താ പറയുക, അവിടെ ഫീമെയിൽ പൊളിറ്റിക്കൽ ആൻഡ് സം പ്രിഫറൻസ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ ഗർഭം കലർത്തുക എന്നൊക്കെ പറയുക. യെസ്, ഗർഭം കലർത്തുക, അതേപോലെ ആൺകുട്ടികളോടൊപ്പം മുൻഗണനകള്, അതേപോലെ വിദ്യാഭ്യാസം, ഇതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള കാര്യം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു യെല്ലോ കളറുള്ള ബോക്സുകൾ ഒന്ന് ഒറ്റ തവണെങ്കിലും ലൈവിന് ശേഷം നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. ആൻഡ് 12ാമത് ടോപ്പിക് ലൈഫ് എക്സ്പെക്ടൻസി, ജീവിതകാല പ്രതീക്ഷ. എടാ, ജീവിതകാല പ്രതീക്ഷയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എടാ, ഡെഫിനേഷൻ എന്താ അറിയോ, ആവറേജ് നമ്പർ ഓഫ് ഇയർ പേഴ്സൺ എക്സ്പെക്ടഡ് ടു ലീവ്. ഒരു അതായത് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ജീവിക്കാൻ സാധ്യതയുള്ള ശരാശരി വർഷങ്ങൾ, ഒരു വ്യക്തി ജീവിക്കാൻ സാധ്യതയുള്ള ശരാശരി വർഷത്തെ വിളിക്കുന്ന പേരാണ് ലൈഫ് എക്സ്പെക്ടൻസി. ജീവിതകാല പ്രതീക്ഷ എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ 2015 മുതൽ 2019 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ബോയ്സ്, മെയിൽസ്, പുരുഷന്മാർ 68.4%, സ്ത്രീകൾ 71.1%. കേരളത്തിലേക്ക് വാ. കേരളത്തിലേക്ക് വരാണെങ്കിൽ മെയിൽ പുരുഷന്മാർ 71.3%, ഫീമെയിൽ 78%. ഹയസ്റ്റ് ആണ് കേരളത്തിൽ. ഇനി എന്താണ് റീസൺ ഫോർ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി ഇൻ കേരള? കേരളത്തിൽ ഇത് കൂടാൻ കാണുക, അവിടെ ലിറ്ററൻസി ഉണ്ടായിരുന്നു, ഹൈ ഹെൽത്ത് കെയർ അടിപൊളിയാണ്, പബ്ലിക് ഡൊമസ്റ്റിക്കേഷൻ സിസ്റ്റം ആൻഡ് സാനിറ്റേഷൻ. ഇത്രയും ആൾക്കാരാണ് കേരളത്തിലെ ഉയർന്ന ജീവിതകാലത്തിലെ കാരണങ്ങളായിരിക്കുന്നത്. സാക്ഷരത, ആരോഗ്യ സേവനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. 12 ടോപ്പിക്കുകളോളം നമ്മൾ ഡീൽ ചെയ്തു. ഓവറോൾ എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? അടിപൊളിയല്ലേ? 12 ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മാർക്ക് എന്ന് പറഞ്ഞ കാര്യത്തിൽ എങ്ങനെയുള്ള 12 ടോപ്പിക്കുകൾ വൃത്തിയായിട്ട് 12 ടോപ്പിക്കുകളിലേക്ക് അടിപൊളിയായിട്ട് തന്നെ ഡെലിവറി ചെയ്തു. തെറ്റല്ലേ? അടിപൊളിയല്ലേ? ഉഷാറല്ലേ? ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ലൈവ് പകുതിക്കൽ വെച്ചു നടക്കാം. ഇൻ കേസ് ഇറങ്ങി പോകണമെന്ന് നിർബന്ധിതം വരികയാണെങ്കിൽ ഇറങ്ങി പോവുക. ആൻഡ് പിന്നീട് ഈ സമയം നോട്ട് ചെയ്ത് വെക്കാം, തിരിച്ചു കിട്ടി. ആ ഒരു ടോപ്പിക് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. റെഡിയല്ലേ? നെക്സ്റ്റ് പാർട്ട്. Okay, next one. I will explain topic number 30. 13ാമത്തെ പാഠം. എന്താണ് ഏജ് സ്ട്രക്ചർ? ഈ ഒരു സ്ട്രക്ചർ മാത്രം ഓർത്തൊക്കെ. ഏജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികളായിരിക്കുന്ന വർഷം 0 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് എന്താണ് കുട്ടികളാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് കിടക്കാൻ മതി, ഞാൻ നോക്കാം. ആൻഡ് വർക്കിംഗ് ഏജ് എന്ന് പറയുമ്പോൾ ഏവറേജ് 15 മുതൽ 59 വയസ്സ് വരെയുള്ളവരാണ്. ഇനി എൽഡർലി നോക്കുകയാണെങ്കിൽ അവർ 60 മുതൽ മരിക്കുന്നത് വരെ. ഇത്രയും കാലം. പക്ഷെ ഒറ്റ കാര്യം ഇതൊരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. അതായത് ചിൽഡ്രനും എൽഡറും എന്ത് ചെയ്യുന്നു, നമ്മുടെ വർക്കിംഗ് ഏജിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ചിൽഡ്രൻ ആയിരിക്കും പണിക്ക് പോകാൻ പറ്റില്ല, പൈസ കിട്ടില്ല. ഇനി എൽഡർ ആകുമ്പോൾ നമുക്ക് നമ്മളെ പേശികളൊക്കെ ഒരു ആവതില്ലാണ്ടാവും, അതൊക്കെ പോകും. ആൻഡ് എന്ത് ചെയ്യും, വർക്കിംഗ് ഏജിലുള്ളവരാണ് അടിപൊളിയായിട്ട് പണിയെടുക്കുക. ആ ഒരു പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ വർക്കിംഗ് ഏജിൽ പെടും. ആൻഡ് എന്ത് ചെയ്യും, പണിയെടുക്കും. അപ്പൊ അവരെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ വേറൊരു കണ്ടന്റ് ഉണ്ട് ഇവിടെ. ഇന്ത്യ ഹാസ് യങ് പോപ്പുലേഷൻ. ഇന്ത്യയിൽ യങ് പോപ്പുലേഷൻസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഇന്ത്യയിലെ യുവജന സംഘം ഉണ്ട്. അതേപോലെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരവും ഇവിടെ കൂടുതലാണ്. ഓക്കെ, അതാണ് ഏജ് സ്ട്രക്ചർ. പിന്നെ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് നോൺ വർക്കിംഗ് പോപ്പുലേഷൻ. അതായത് ജനസംഖ്യയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വർക്കിംഗ് ചെയ്യാത്ത ആൾക്കാരെ, ഉദാഹരണം ചിൽഡ്രൻ ആയിരിക്കുമ്പോഴും എൽഡർ ആയിരിക്കും, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരാരെ ഡിപ്പെൻഡ് ചെയ്യണം? വർക്കിംഗ് പോപ്പുലേഷനുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യണം. ഇതാണ് ഈ ഒരു ഡിപ്പെൻഡൻസി റേഷ്യോ, ആശ്രയാനുപാതം എന്ന് പറയുന്നത്. ലോ ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് ഡിവൈഡ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ആൻഡ് ടു, ഇതിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇതിന്റെ ബെനിഫിറ്റ് മുഖേന നമുക്ക് ഇന്ത്യയിൽ ഗുഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇത്രയുള്ള ഈ ടോപ്പിക് കഴിഞ്ഞു. ഇഷ്ടം അറിഞ്ഞിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. വീണ്ടും ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കാം. നാഷണൽ പോപ്പുലേഷൻ പോളിസി ഇത് ഇമ്പോർട്ടന്റ് ഇല്ല, അധിക വായനയായിരുന്നു.
നിങ്ങൾ നോക്കി വെക്കാം. ആൻഡ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ്, 16ാമത്തെ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ നിങ്ങൾ റെഡിയാണോ? 16ാമത്തെ ടോപ്പിക്ക് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതോടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞ ഘട്ടം ഡണ്ണാ. ഓക്കെ, സൂപ്പർ അല്ലേടാ ചാപ്റ്റർ? അടിപൊളിയായിട്ട് കമന്റ് ചെയ്യും. ഉഷാറാണ്, സൂപ്പറാണ്. പ്രീമിയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രീ ലൈവ് ടീമാണ്, പ്രീ ലൈവ് ഓൾറെഡി പ്യൂർലി ലൈവ് തന്നെയാണ്. ഓക്കെ, കിട്ടി, ഉഷാറാണ്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ്. ഇവിടെ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഹായടാ, ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. ഇവിടെ ഒറ്റ മിനിറ്റ്. ഓക്കെ, ഡീൽ ചെയ്യാൻ പോകുന്നതിൽ അവസാനത്തെ കേരള ഓൾഡ് ഏജ് വെൽഫെയർ, പ്രായം ആയവരെ സംരക്ഷിക്കുന്ന സ്കീംസ് ഉണ്ട് കേരളത്തിൽ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ പകൽ വീട്, വയോമിത്രം, അമൃതം പ്രൊജക്ട്, സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി. കേട്ടോ, സിമ്പിൾ ആണ്, ലാസ്റ്റ് ടോപ്പിക് ആണ്, അതുകൊണ്ട് നമ്മളൊരു കണ്ടന്റ് ഞാൻ പറയുകയാണെങ്കിൽ കൃത്യം തുടങ്ങിയിട്ടാ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ഒരു അരമണിക്കൂറായിട്ട്. ഈ അരമണിക്കൂറിനുള്ളിൽ ഫുൾ കോൺസെപ്റ്റ്, ഒരു കോൺസെപ്റ്റ് പോലും ഞാൻ നോക്കിയിട്ടില്ല. അത്രയ്ക്ക് ഉറപ്പുണ്ട് എനിക്ക്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഫുൾ പവർഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡന്നല്ലേ യെസ്, ഓക്കെ, സെറ്റാണ്, അടിപൊളിയാണ്, ഉഷാറാണ്. ഓക്കെ, ഉഷാറായിട്ട് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിലേക്ക് വന്നാലോ? നെക്സ്റ്റ് ടോപ്പിക്കിലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, ഡൺ സെറ്റ് ആണല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, കേരള ഓൾഡ് ഏജ് വെൽഫെയർ സ്കീംസിനെ കുറിച്ചൊന്ന് ഡീൽ ചെയ്ത് നോക്കാം. എടാ ശ്രദ്ധിച്ചോ, കേരളത്തിലെ വൃദ്ധന്മാരുണ്ടാവില്ല, ഉദാഹരണത്തിന് ഇപ്പം വർക്കിംഗ് ഏജിലുള്ളവർക്ക് നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരുണ്ടാവില്ല, അപ്പൊ അവരെയൊക്കെ കൊണ്ട് ആക്കുന്ന പ്ലേസ് ആണ് പറയുന്ന ഓൾഡ് ഏജ് വെൽഫെയർ സ്കീം എന്ന് പറയും. ഓൾറെഡി നമ്മുടെ ഇടക്കാല വൃദ്ധസദനല്ലേ, അതേപോലത്തെ കാര്യം. പകൽ വീടുണ്ട്, വയോമിത്രം പ്രൊജക്ട് ഉണ്ട്, അമൃതം പ്രൊജക്ട് ഉണ്ട്, സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി. പകൽ വീട് എന്ന് പറഞ്ഞാൽ ഡേ കെയർ സെന്റർ ഓഫ് എൽഡർലി, വൃദ്ധന്മാരുടെ ദിവസേനയുള്ള സംരക്ഷണത്തിന്റെ കേന്ദ്രമാണ് പകൽ വീട്. വയോമിത്രം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഫോർ ലോൺലി എൽഡർലി, അതായത് ഏകാന്തമായ വൃദ്ധരുടെ പിന്തുണ, ആരില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്ന പോലീസാണ് വയോമിത്രം. അമൃതം പ്രചരിക്കുന്ന ഫീമെയിൽ ആൻഡ് എൽഡർലി, വൃദ്ധർക്ക് ഭക്ഷണം കൊടുക്കുന്ന പോളിസിയാണ്. സ്റ്റേറ്റ് ഓൾഡ് ഏജ് പോളിസി കംപ്രഹെൻസീവ് കെയർ ഓഫ് എൽഡർലി, വൃദ്ധന്മാർക്ക് വേണ്ടി സമഗ്രമായിട്ടുള്ള സംരക്ഷണം നൽകുന്ന കേസാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് എല്ലാവർക്കും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഇത്രയേ ഉള്ളൂടാ. ഞാൻ വിചാരിച്ചു ടഫുള്ള ചാപ്റ്റർ ഒക്കെ ആയിരിക്കും, പക്ഷെ നോക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ചാപ്റ്റർ ആയത് അല്ലേ? അതാണ് നമ്മുടെ ടോമോഗ്രാഫി ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇത്രയും പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. ഇത്ര പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു പോയിട്ടോ ഈ ചാപ്റ്ററിൽ ഫുൾ മാർക്ക്. ഡണ്ണല്ലേ? ഇത്രയും ദിവസം വെരി സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലോടാ ഈ ചാപ്റ്റർ പഠിക്കാൻ.
സോ ഇനി കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കൂടുതൽ പാർട്ടുകൾ കൂടുതൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യം നമുക്ക് ഇവിടെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു വായന പറയാൻ ചാപ്റ്റർ വൺ ഷോട്ട് ആയിരുന്നു. വൺ ഷോട്ടിൽ ഫുൾ ക്ലിയർ ആയിട്ട് ഫുൾ ഔട്ടോ ഫുൾ ക്ലിയർ ചെയ്തു എന്നതിൻ്റെ അഭിപ്രായം കമന്റ് പറയാം. സാർ അടിപൊളി ഹായ്. നമ്മുടെ വരുന്ന കൂട്ടിട്ടല്ല ആൻഡ് മറ്റൊരു കാര്യങ്ങളുമായി നമുക്ക് ഇതേപോലത്തെ ഓരോ ക്ലാസ്സും ക്ലിയർ റെക്കോർഡ് ലൈവ് നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കും. ഓരോ എക്സാമിന്റെ ടൈമിലും നിങ്ങൾക്ക് വൃത്തിയായിട്ട് തന്നിരിക്കും. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് പാർട്ട് വീണ്ടും കണ്ടുപിടണം. അതുവരേക്കും എല്ലാവരും ലൈവ് ചെയ്യണേ. ഓക്കെ, ലൈവ് ചെയ്യട്ടെ. 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ 3/4 മണിക്കൂറോടെ ചാപ്റ്റർ കഴിഞ്ഞു വിചാരിച്ചു. ഓക്കെ, പ്രീ റെക്കോർഡ് ലൈവാണ്. ഓക്കെ, ആൻഡ് പ്രീ ലൈവ് എന്ന് പറയും. ആ ഒരു ലൈവാണ്. എല്ലാവരുടെയും നിങ്ങൾ ഷെയർ ചെയ്ത് കേട്ടോ. ഓക്കെ, അതാണ് മെയിൻ. പറ്റിയിട്ടുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാം എന്ന് തോന്നുന്ന ആവശ്യം അങ്ങനെ നിർബന്ധിക്കില്ല. സബ്സ്ക്രൈബ് ഡണ്ണല്ലേ? സൂപ്പർ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഈ പാർട്ട് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഒരു കണ്ടന്റ് പോലും മുക്കാതെ ആപ്പിലൊക്കെ നൽകുന്ന പ്രീമിയം ക്ലാസ്സുകളൊക്കെ പോലെ ഞാൻ നിങ്ങൾക്ക് തന്നു. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സാർ ഇതേപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടോ. ലൈവ് എൻഡ് ചെയ്തതിനു ശേഷം കമന്റിൽ നിങ്ങൾ പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിട്ട് എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഇവിടെ പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഉഷാറാക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. നെക്സ്റ്റ് ലൈവ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടാറ്റ. നെക്സ്റ്റ് ഭാഗത്ത് കാണാം. ഓക്കെ, ബൈ.